नमो भगवते वासुदेवाय। येऽप्यन्यदेवता भक्ता यजन्ते श्रद्धयान्विताः तेऽपि मामेव कौन्तेय यजन्त्य विधिपूर्वकम्। अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च। न तु मामभिजानन्ति तत्त्वेनातश्च वन्दिते। यान्ति देवव्रता देवान् पितॄन् यान्ति पितृव्रताः। भूतानि यान्ति भूतेज्या यान्ति मद्याजिनोऽपि माम्। पत्रं पुष्पं फलं तोयं यो मे भक्त्या प्रयच्छति तदहं भक्त्युपहृतम् अश्नामि प्रयतात्मनः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9-ാമത്തെ അധ്യായം, വളരെ പ്രധാനപ്പെട്ട അധ്യായമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിരുന്നു 22-ാമത്തെ ശ്ലോകം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭക്തനെ ഭഗവാൻ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നു. എങ്ങനെയുള്ള ഭക്തനാവണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. വേറെ യാതൊരു ആശ്രയമില്ല, വേറെ യാതൊരു ചിന്തയില്ലാതെ ഭഗവാനെ മാത്രം ആശ്രയിച്ച് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് മാത്രം ജീവിതം നയിക്കുന്ന യാതൊരാളാണോ അങ്ങനെയുള്ള ആളെ ഭഗവാൻ രക്ഷിക്കുന്നു എന്നായിരുന്നു നമ്മൾ സമർപ്പിച്ച ശ്ലോകം 22-ാമത്തത്. ഇനി പറയാണ് 23-ൽ പറയുന്നു, യേപ്യന്യദേവതാ ഭക്താ യജന്തേ ശ്രദ്ധയാന്വിതാഃ തേപി മാമേവ കൗന്ദേയാം യജന്ത്യവിധിപൂർവകം. അപ്പോൾ എല്ലാവരും ഭഗവാനെ തന്നെയാണോ ആശ്രയിക്കേണ്ടത്? അപ്പോൾ ഒരു സംശയം ഉണ്ടാവും നമുക്കൊക്കെ. ശ്രീകൃഷ്ണനെ ആശ്രയിക്കാം, നമ്മളൊക്കെ അങ്ങനെയല്ല പതിവ്. നമ്മൾ ഭദ്രകാളിയാണ്, അല്ലെങ്കിൽ വേട്ടചരനാണ്, അല്ലെങ്കിൽ ദുർഗാഭഗവതിയാണ്, ധർമ്മശാസ്താവിനെയാണ്, അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്? എല്ലാവർക്കും കൃഷ്ണൻ തന്നെ അങ്ങനെ ആണോ? അങ്ങനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ പറയുന്നു. യേപ്യന്യദേവതാ ഭക്താഃ യജന്തേ ശ്രദ്ധയാന്വിതാഃ. മറ്റ് ദേവന്മാരെയും ഭജിക്കുന്ന, നല്ലതുപോലെ എന്നെ ഭജിക്കുന്നത് പോലെ ഭജിക്കുന്നുണ്ടെങ്കിൽ തേപി മാമേവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. അവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത് അർജുന. മറ്റുള്ള ദേവന്മാരെ ഭജിച്ചാൽ എങ്ങനെയാണ് കൃഷ്ണ അങ്ങനെ ഭജിക്കുന്നത്? അതോ ഞാനേ ഉള്ളൂ, വേറെ ഒന്നില്ല. അദ്വൈതം, രണ്ടില്ല, ഒന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ തത്വം മനസ്സിലാക്കിയാൽ ഭഗവാനെ മാത്രമേ ഭജിക്കുള്ളൂ. ഈ തത്വം മനസ്സിലാക്കാതെ അവിധിപൂർവകം, വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്, യഥാർത്ഥ സത്യം മനസ്സിലാക്കാതെ മറ്റുള്ള ദേവന്മാരെ ഭജിച്ചാലും തരക്കണമൊന്നുമില്ല, അതും എന്നെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് വ്യക്തം. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഏത് ദേവനെ ഭജിച്ചാലും എത്തുന്നത് എന്നിൽ തന്നെയാണ് എന്ന് പറയുന്നു. ആകാശാൽ പരിതം തോയം യഥാ ഗച്ഛതി സാഗരം. അല്ലേ, മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിട്ടുന്നു. അതെല്ലാം കൂടി ഏത് വെള്ളം ആണെങ്കിലും അവസാനം കടലിൽ ചെന്നെത്തുമ്പോൾ ഒറ്റ വെള്ളം മാത്രമാണ്. അല്ലേ, അതുപോലെ ഏത് ദേവനെ ഭജിച്ചാലും എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. ഞാനേ ഉള്ളൂ, ഭഗവാൻ അല്ലാതെ വേറെ ഒന്നില്ല. സർവം വിഷ്ണുമയം ജഗത്. അപ്പോൾ അത് മനസ്സിലാവാത്ത ആൾക്കാരെ വേണ്ട, മറ്റേ ദേവന്മാരെ ഭജിച്ചോളൂ, ഒട്ടും കുഴപ്പമില്ല. അതും അവസാനം വന്നെത്തുന്നത് എന്നിൽ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ പറയുന്നു, എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? അതോ അഹം ഹി സർവയജ്ഞാനാം ഭോക്താര പ്രഭുരേവച നതു മാമഭിജാനന്തി തത്വേനാദസ്യ വന്ദിതേ. ഒന്നുകൂടി വ്യക്താക്കണം, ഞാൻ തന്നെയാണ് യജ്ഞവും യജ്ഞത്തിൻ്റെ ഫലം തരുന്ന ആളും പ്രഭുവും ഒക്കെ ഞാൻ തന്നെയാണ്. അത് മനസ്സിലാക്കാതെ ആളുകൾ ഓരോരോ ദേവന്മാരെ ഭജിക്കുന്നു, അല്ലെങ്കിൽ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഭജിക്കുന്നു. അത് കിട്ടുന്നു, പക്ഷേ എന്ത് കിട്ടുന്നില്ല? ഭഗവാനെ കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ജനിക്കുന്നു, മരിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, ഇങ്ങനെ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം, ഈ സ്ഥിതിയിലേക്ക് പോകും അർജുന. അതുകൊണ്ട് തൽക്കാലം അവനവൻ്റെ വിശ്വാസത്തിൽ തന്നെ ഇരിക്കട്ടെ.
ആ ദേവനെ തന്നെ അല്ലെങ്കിൽ ആ ദേവിയെ തന്നെ ഭജിച്ചോട്ടെ. അങ്ങനെയാകുമ്പം എന്തുണ്ടാവില്ല, എന്നിലെത്തും, പക്ഷേ താമസം ഉണ്ടാവും. അവസാനം ബോധ്യപ്പെടണം എന്താണ്? ത്വം ഏവാ സത്യം, ഭഗവാൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നങ്ങോട്ട് ബോധ്യം വരുന്നാൽ രക്ഷപ്പെട്ടു. അതുവരെ ഏത ദേവന്മാരെയും ഭജിച്ച് ഗുണങ്ങൾ അനുഭവിച്ച് സുഖിച്ച് ജീവിച്ച് മരിച്ച് ജനിച്ച് അങ്ങനെ പോവാം എന്ന് പറയുന്നു. പിന്നെ പറയുന്നു യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാ ഭൂതാനി യാന്തി ഭൂതേജ്യാ യാന്തി മദ്യാജിനോപിമാം. ഭഗവാൻ ഒരേ ആശയം തന്നെ അട്ടിവരയിട്ട് ഇങ്ങനെ ഉറപ്പിക്കുക വ്യത്യസ്ത ശ്ലോകങ്ങളിൽ കൂടെ. എന്താ പറയുന്നത്? ദേവന്മാരെ ഭജിച്ചോളൂ, ദേവന്മാരെ ഭജിച്ചാൽ അവരിൽ നിന്ന് ഗുണങ്ങൾ കിട്ടും. പിതൃക്കളെ ഭജിച്ചാൽ ശ്രാദ്ധാദികളൊക്കെ ചെയ്ത് അങ്ങനെയാൽ പിതൃലോകത്തും എത്താം. പിന്നെയോ മറ്റുള്ള ഭൂതങ്ങളെയൊക്കെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചാൽ അതൊക്കെ കിട്ടും. പക്ഷേ എന്നെ ആശ്രയിച്ചാലോ യാന്തി മദ്യാജിനോപിമാം, എന്നെ യജിക്കുന്നവര് എന്നെ ഭജിക്കുന്നവര് എന്നിലെത്തുന്നു. മറ്റുള്ളതൊക്കെ സുഖങ്ങളൊക്കെ കിട്ടും, മതിയെങ്കിൽ മതി. പക്ഷേ യഥാർത്ഥ സുഖം എന്നിലെത്തുകയാണ്. ജനന മരണമില്ലാതെ ആവുന്നൊരവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. അതല്ലെങ്കിലും തിരക്കണമൊന്നുമില്ല. നിത്യത്തെ ദേവന്മാർ ഭജിച്ചോളൂ, സുഖിച്ചോളൂ, ജീവിച്ചോളൂ, ഇതാണ് സുഖം എന്ന് വിചാരിച്ചോളൂ. ദുഃഖം വരുമ്പോൾ അതും അനുഭവിച്ചോളൂ, പിന്നെയും ഭജിച്ചോളൂ, അങ്ങനെ ജീവിക്കാം എന്ന് പറയുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, ഇത് ഭാഗവതത്തിൽ നമ്മൾ പഠിച്ച ശ്ലോകമാണ്. കുചേലവൃത്തത്തിൽ ഭഗവാൻ കുചേലനോട് പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും തന്നോളൂ. ഏയ് ഞാൻ പാവല്ലേ കൃഷ്ണ, എനിക്കെന്താ തരാനുള്ളത്? ഏയ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പത്രം പുഷ്പം ഫലം തോയം യുഹമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതം അശ്നാമി പ്രയതാത്മന. ഒട്ടും പേടിക്കണ്ട സുധാമാവേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അവിടെ. അതേ ഈ ശ്ലോകത്തോട് വ്യത്യാസമില്ലാതെ ഗീതയിലും ഭാഗവതത്തിലും ഒരേ ശ്ലോകം, ഒരൊറ്റ അക്ഷരം പോലും ഒരു പദം പോലും വ്യത്യാസമില്ല. എന്താണ്? ഒരു പൂവായാലും അതല്ലെങ്കിൽ ഒരു ഇലയായാലും, അതല്ല ഒരു തുള്ളി വെള്ളം, അതല്ലെങ്കിൽ ഒരു ഫലം, പഴങ്ങൾ ഏതെങ്കിലും, ഏതായാലും തിരക്കിടില്ല. ഭക്തിയോടുകൂടിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ തദഹം ഭക്തിയുപഹൃതം അശ്നാമി, അത് ഞാൻ ഭുജിക്കുന്നു, അനുഭവിക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പം കൊടുക്കുന്ന സാധനത്തിൻ്റെ വലിപ്പമല്ല പ്രധാനം, പിന്നെയോ കൊടുക്കുന്ന ആളുടെ മനോഭാവമാണ്. കൃഷ്ണ, എനിക്ക് ഒന്നുമില്ല തരാൻ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചൊരു തുള്ളി വെള്ളം കൊടുത്താലും മതി. ഒരു പൂവ്, ഒരു ഇലയോ ഒരു ഫലമോ എന്തായാലും ചെറുത് വലുതുള്ള വ്യത്യാസമില്ല. ഭക്തിയോടുകൂടിയാണ് തരുന്നതെങ്കിൽ അതിന് വലിയ മഹത്വമാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയല്ല, സംഭവമായിട്ട് പറയുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു വലിയ ആനയെ നടയിരുത്തിയവരെ ഭഗവാൻ വഴിപാടായിട്ട് ചെയ്തു. അതിന് വലിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഭഗവാൻ അങ്ങോട്ട് കൊടുക്കുക, ഒരു പേരൊക്കെ ഇടും. അമ്പലത്തിൽ എന്താണ് ഭഗവാന്റെ സ്വത്തായി മാറിയത്. 40-42 ആനയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഭഗവാനിലെ. അപ്പം ആനകളെ വളരെ ഉണ്ട്, ഭഗവാൻ ഇഷ്ടമാണ്, വലിയ വഴിപാടാണ്, വളരെയധികം ചെലവുണ്ട്. അങ്ങനെ ഒരു ആനയിരുത്തി, നിലമ്പൂർ കോവിലൊക്കെയാണ് തോന്നുന്നത്, കൃത്യമായിട്ട് അറിയില്ല, കേട്ട കഥയാണ്. ആനയിരുത്തി കഴിഞ്ഞ് ബഹളം, ആന വലിയ വെയിറ്റുള്ള ഒരു വലിയ മൃഗം തന്നെയാണല്ലോ. അപ്പം അതിലൊരു ഭക്തൻ സമർപ്പിച്ചതായിട്ടുള്ള കുന്നിക്കുരു, ഗുരുവായൂർ പോയവർക്ക് കാണാൻ നല്ല ചെറിയ സാധനമാണ്, ഭഗവാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടത്തോടു കൂടി ഒരു ഭക്തൻ സമർപ്പിച്ച ഒരു കുന്നിക്കുരു എങ്ങനെയോ അവിടെ എവിടെയോ വീണുപോയി. അശ്രദ്ധയിൽ എന്തുകൊണ്ടോ അറിയില്ല, ഒരു വലിയ ചരക്ക് പോലെ ഒന്നുണ്ട്, ചെമ്പ്, അതിലാണ് ഇട്ട് വെക്കുന്നത്. ഇങ്ങനെ വാരി കുട്ടികളൊക്കെ ചെയ്യിക്കാറുണ്ട്. കുട്ടികളിൽ മിണ്ടാവയ്യാത്തവർ പല അനുഭവങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. ഈ ആനയെ ഇരുത്തിയ ബഹളത്തിൽ കുന്നിക്കുരു പൊട്ടിപ്പോയി. അപ്പോൾ ഈ ആന ഇരുത്തിയ ആൾക്ക് വലിയ വിഷമങ്ങൾ, സമർപ്പിച്ച് വലിയ വഴിപാടൊക്കെ ചെയ്തതാണല്ലോ, എന്നിട്ടും ഒരു സുഖമില്ല. അസുഖങ്ങൾ പലതും, പല ദുർനിമിത്തങ്ങളും, പല അനർത്ഥങ്ങളും. എന്താ എന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ഭഗവാന്റെ കോപമാണ്. അയ്യോ, ഭഗവാന്റെ കോപം! ഇത്രയും വലിയ ഒരു വഴിപാട് ഭഗവാനായിട്ട് ചെയ്തു കഴിഞ്ഞു. ഭഗവാൻ ആനയെ നടയിരുത്തി
അപ്പോൾ അതുകൊണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്. ഭഗവാൻ കോപിക്കുകയാണോ? എന്തേ കാരണം വ്യക്തമായിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഒരു ഭക്തൻ സമർപ്പിച്ചതായിട്ടുള്ള കുഞ്ഞുകുരു എന്ത് വിലയാണത്? ഒരു വിലയില്ലാത്ത സാധനം. അതോ ഈ ആനയ്ക്കോ എന്താ വില? വലിയ അത്രയും വിലപ്പിടിപ്പുള്ള സാധനം സമർപ്പിച്ചിട്ട് ഈ കുഞ്ഞുകുരുവിൻ്റെ ഇതും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ ഭഗവാൻ? അതല്ല, ഭക്തിയോടുകൂടി സമർപ്പിച്ച ആ കുഞ്ഞുകുരുവിനാണ് വില കൂടുതൽ. ഭഗവാൻ മൂല്യം കൽപ്പിക്കുന്നത്, വില കൽപ്പിക്കുന്നത് അതിനാണ്, ഈ ആനയ്ക്കല്ല. ആനയ്ക്ക് വില ഇല്ലാത്ത വില ഉണ്ട്, പക്ഷേ ഭക്തിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. ഭക്തിയാഹം ഏകയാഗ്രാഹ്യ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ എന്നെ പിടിച്ചു കെട്ടാൻ സാധിക്കുള്ളൂ, എന്നെ സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ, വേറെ ഒന്നും കാര്യമില്ല. കുറച്ച് ദിവസം നമ്മളെ ഏകാദശിയുടെ അന്ന് ഒരു അംബരീഷചരിതം നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അല്ലേ? അതിലും പറയുന്നു ഭഗവാൻ, അയ്യോ അഹം ഭക്തപരാധീന, ഞാൻ ഭക്തൻ്റെ അടിമയാണ്. അപ്പോൾ ഭക്തനെ സന്തോഷിപ്പിക്കുകയെന്ന് ഓർത്തുള്ളൂ എന്ന് പറഞ്ഞ് അംബരീഷൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ആരെ? ദുർവാസ മഹർഷി. ആ കഥ നമ്മൾ കേട്ടു. അപ്പം നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, ഭക്തി മതി, ഭക്തിയോടുകൂടി സമർപ്പിക്കുക. അപ്പോൾ ഭക്തിക്ക് ചിലവൊന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. മറ്റുള്ള ഓരോരോ യജ്ഞങ്ങൾ, അതിനൊക്കെ ചിലവ് എത്രയാ? ചിലവ് നെയ്യ്, അനവധി വിലപിടിച്ച ദ്രവ്യങ്ങളൊക്കെ വേണം. ഇതിനൊന്നും വേണ്ട, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഒന്നും വേണ്ട. ഒരു തുള്ളി വെള്ളമായാലും, ഒരു ഇലയായാലും, ഒരു പുഷ്പമായാലും ഭഗവാൻ അത് സ്വീകരിച്ചോളും. അതുകൊണ്ട് ഭക്തിക്കാണ് പ്രാധാന്യം. ഭക്തിരേവ യജീയസി എന്ന് ആണ് പറയുന്നത്. ഈ ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു സംശയം, ഇങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെയല്ല, ഭഗവാനല്ല ഭജിച്ചിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടദേവത വേറെ മൂർത്തിയാണല്ലോ, ഒട്ടും വിഷമിക്കേണ്ടെന്ന്. അത് അങ്ങനെ തന്നെ ഏതാണോ ആചരിച്ചു പോന്നിരുന്നത് അതന്നെ ആചരിച്ചു പോന്നോളൂ. പിന്നെ മനസ്സിലാക്കിയാൽ നന്ന്. ഏതാണ്? ഒന്നേ ഉള്ളൂ, ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. വിവരമുള്ള ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നേ സത്യമായിട്ടുള്ളൂ, പല പേരുകളിലും അറിയപ്പെടുന്നു എന്ന് മാത്രം. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ടതും നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു.